ഞാനിപ്പോൾ ഉള്ളത് കൊച്ചിയിലാണ്. കൊച്ചി സത്യത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങളും അല്ലെങ്കിൽ പുതിയ പുതിയ അനുഭവങ്ങളൊക്കെ തരുന്ന സ്ഥലമാണല്ലേ. അപ്പം നമ്മുടെ ജീവിതത്തിൽ മാത്രം മാറ്റങ്ങൾ മതിയോ? ഇവർക്കത് വേണ്ടേ? ഈ ഒറ്റ കൂട്ടിനുള്ളിലൊക്കെ ഇങ്ങനെ താമസിക്കുന്ന ഓരോ പട്ടികൾക്കോ അല്ലെങ്കിൽ ഓരോ ഡോഗ്സിനൊക്കെ ഒരു ഏകാന്തത അല്ലെങ്കിൽ അതൊക്കെ അനുഭവപ്പെടാനുള്ള ചാൻസും ഉണ്ട്. അപ്പം അത്തരത്തിൽ ഡോഗ്സിന് വേണ്ടിയിട്ട് കേരളത്തിൽ ആദ്യമായിട്ട് കൊച്ചി രാജേന്ദ്ര മൈതാനത്തിൽ ഡോഗ്സ് പാർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ഞായറാഴ്ച രാവിലെ 8 മണി മുതൽ 10 മണി വരെയും വൈകുന്നേരം 5 മണി മുതൽ 7 മണി വരെയും ഡോഗ്സ് പാർക്കാണ് കൊച്ചി രാജേന്ദ്ര മൈതാനം. ഡോഗിന് വേണ്ടി ഒരു പാർക്കെന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്തൊരു സംഭവമാണല്ലോ. അപ്പോൾ ഇതുങ്ങൾ എപ്പോഴും വീടിൻ്റെ അകത്ത് തന്നെ ആയിരിക്കും. അകത്തുനിന്ന് പുറത്തേക്ക് വരുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ, അത് നമുക്കറിയാൻ പറ്റും. ഈ ഡോഗിനെ വളർത്താത്തവർക്ക് പൊതുവെ അതിനെ ചിലപ്പോൾ അറിയാൻ പറ്റില്ല. ഇവരുടെ ഹാപ്പി എന്ന് പറഞ്ഞാൽ മറ്റു ഡോഗുകളെ കാണുമ്പോൾ അത്ഭുതത്തോടെ നോക്കുന്നു, എന്നാൽ പയ്യെ അവരുടെ അടുത്തേക്ക് ചെല്ലുന്നു. അതൊരു രസകരമായൊരു കാഴ്ച തന്നെയാണ്, കണ്ടിരിക്കേണ്ട ഒരു കാഴ്ച തന്നെയാണ്. നമുക്കൊരു കൊടുക്കുന്ന സ്നേഹത്തിന് 10 ഇരട്ടിയായിട്ട് തിരിച്ചു തരിക എന്നൊക്കെ പറയുന്ന അങ്ങനെ ഒരു സംഭവമാണിത്. വൺ ഓഫ് ദ ഫേവറേറ്റ് ആളാണ്. ഇങ്ങനെ കിടന്നു കൊടുക്കും, കറക്റ്റ് ഇങ്ങനെ കിടന്നു കൊടുക്കും. തടവി കൊടുക്കണം ഭയങ്കര ഇഷ്ടം. ഇപ്പൊ തന്നെ കണ്ടില്ലേ. ഒരാഴ്ചയിൽ ഭൂരിഭാഗം ടൈമും ഇവർ വീടിനകത്താണല്ലോ. ഇവർക്ക് കിട്ടണ ആ ടൈമിൽ ഇവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ള. അതായത് ഒന്നില്ലെങ്കിൽ ഇവിടെ പുറത്തെന്തെങ്കിലും ബോർഡ് വെക്കണം, ലൈക്ക് സൺഡേ വൈകുന്നേരം ഡോഗ് പാർക്കാന്നുള്ള രീതിയിൽ. അപ്പോൾ ഇവിടെ വന്നവരടുത്ത് എനിക്ക് പറയാനുള്ളത്, സൺഡേ വൈകുന്നേരം ഇവർക്കുള്ളതാണിത്. അതായത് നമ്മ എൻജോയ് ചെയ്യാനല്ല, ഇവർ എൻജോയ് ചെയ്യാനാണ് വന്നത്. അപ്പോൾ അതൊന്നും എല്ലാവരിലേക്ക് എത്തിക്കാനായിട്ട് പറഞ്ഞതാണ്. സിംബ ഭയങ്കര ഹാപ്പിയാണ് ഇവിടെ വന്നിട്ട്. അവരങ്ങനെ എപ്പോഴും പുറത്തൊന്നും ഇറക്കാറില്ല. ഇപ്പോൾ ഇവിടെ കുറേ ഡോഗ്സൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നാണ്. സിംബ നല്ല ഹാപ്പിയാണ്. ഇവിടെ കുറച്ച് കഴിഞ്ഞപ്പോൾ ടയേർഡായി. നമുക്ക് വീട്ടിൽ എവിടെ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല, വേറെ ഡോഗായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റില്ല. ഇതാകുമ്പോഴത്തേനും എല്ലാ ഡോഗായിട്ട് മിങ്കിൾ ചെയ്യാം. നല്ലൊരു എക്സ്പീരിയൻസ് ആണിത്. ഇവിടെ വരുന്ന സമയത്ത് ഡോഗ്സിൻ്റെ വേസ്റ്റ് അങ്ങനെയൊക്കെ വരുന്നത് എന്താ ചെയ്യുക? ഇവിടെ ബക്കറ്റ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ബക്കറ്റ് വെച്ചിട്ടുണ്ട്, അതിനകത്ത് ഇടുന്നതാണ്. നല്ലൊരു കൺസെപ്റ്റാണ്. അതെന്നുവെച്ചാൽ അവർക്കും ഒരു എൻജോയ്മെൻറ്റ് വേണ്ടേ, എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ. നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്ട്രീറ്റിലുള്ള സിക്കായിട്ടുള്ള ആനിമൽസിനെ നമ്മൾ എടുത്തിട്ട് നമ്മൾ അവർക്കൊരു റീഹോം ചെയ്യാണ്, ഷെൽട്ടർ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഒരു ഷെൽട്ടർ പനങ്ങാടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളവിടെ 50+ ഡോഗ്സിന് ഓൾറെഡി ഷെൽട്ടർ ചെയ്യുന്നുണ്ട്. അപ്പം ഓൾറെഡി ഒരു 100+ പപ്പീസിന് നമ്മൾ റീഹോം ചെയ്തിട്ടുണ്ട്, അതായത് അഡോപ്ഷൻ വഴി പോയിട്ടുണ്ട്. അപ്പം ഇവിടെ ഡോഗ് പാർക്കിലൂടെ നല്ലൊരു എക്സ്പോഷറാണ് നമുക്ക് കിട്ടുന്നത്. ആളുകളുടെയൊക്കെ സപ്പോർട്ട് നല്ല സപ്പോർട്ടാണ്. നമുക്കിപ്പം ഇന്ന് തന്നെ കുറച്ച് 5-6 പപ്പീസ് അഡോപ്ഷൻ ഉണ്ടായിരുന്നു. അത് അപ്പം തന്നെ നല്ലോണം പോയി, ആളുകൾ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, നല്ലൊരു എക്സ്പോഷറാണ് ഈ ഒരു ഡോഗ് പാർക്ക് നമുക്ക് തരുന്നത്. ലൈക്ക് റെസ്ക്യൂ പപ്പീസിനെയും അഡോപ്റ്റ് ചെയ്യാൻ ആൾക്കാരുണ്ട്. അപ്പം ആൾക്കാരുടെ കയ്യിൽ നിന്ന് നല്ല സപ്പോർട്ടാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആനിമൽ റെസ്ക്യൂ കൊച്ചിയുടെ ഒരു മെമ്പർ ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ആൾ നമ്മുടെ അടുത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയും എങ്ങനെയാണ് ഈ അഡോപ്ഷൻ കാര്യങ്ങളൊക്കെ പോകുന്നതെന്ന്. നമ്മൾ ഈ തെരുവ് നായശല്യം ഭയങ്കരമായിട്ട് ഇപ്പോൾ ആകെ പ്രശ്നമാണല്ലോ. എവിടെ തിരിഞ്ഞാലും എല്ലാവർക്കും തെരുവ് നായ ഒരു വിഷയമാണ്. അപ്പോൾ മാക്സിമം നായകളെ നമ്മൾ ഈ അഡോപ്റ്റ് ചെയ്തെടുക്കുക. പിന്നെ ആക്സിഡൻറ്റ് സംഭവിച്ചതാണെങ്കിലും അതെല്ലാം കളക്ട് ചെയ്തിട്ട് അവർക്ക് വേണ്ട ചികിത്സകളും കാര്യങ്ങളൊക്കെ നൽകി, പിന്നെ നല്ല കുഞ്ഞുങ്ങൾ എവിടെയെങ്കിലൊക്കെ തെരുവുനായകളുടെ തന്നെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെ നമ്മൾ കളക്ട് ചെയ്ത് ഈ ക്യാമ്പുകളിൽ വാക്സിനേഷനും അതുപോലെ മരുന്നുകളെല്ലാം കൊടുത്ത് ഇവിടെ കൊണ്ടുവന്ന് താല്പര്യമുള്ളവർക്ക് അവർക്ക് നല്ല മനസ്സോടുകൂടി തന്നെ അവർക്ക് നമ്മൾ കൈമാറുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ എല്ലാത്തരം ബ്രീഡ്സും വരാറുണ്ട്. എന്ന് വെച്ചാൽ ഈ കൊറോണ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ വീട്ടിലിരുന്ന ടൈമിൽ ഒരുപാട് പെറ്റുകളെ, ഡോഗ് മാത്രമല്ല പെറ്റുകളെയൊക്കെ വാങ്ങിച്ചു കൂട്ടി. അത് കഴിഞ്ഞ് പിന്നീട് അവർ എൻഗേജ് ആയി കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഇതൊരു ഭാരമായി കഴിഞ്ഞപ്പോൾ പലതിനെയും റോട്ടിൽ കൊണ്ടുവന്ന് ഉപേക്ഷിക്കുന്ന ഒരു പ്രവണത ഇപ്പം ഉണ്ട്. ബ്രഹ്മപുരം പോലുള്ള ഏരിയകളിലൊക്കെ നിത്യേന നല്ല ബ്രീഡ് ഡോഗുകളെയും കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് കളയാണ്. അപ്പോൾ നമ്മൾ അവരെ അവിടെ നിന്ന് എടുത്ത്
ഇതുപോലുള്ള അഡോപ്ഷൻ ക്യാമ്പുകളിൽ വാക്സിനേഷനും അവർക്ക് വേണ്ട ചികിത്സകളും എല്ലാം നൽകി ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ താല്പര്യമുള്ളവർക്ക് ആവശ്യക്കാർക്ക് അവരുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. സ്ട്രീറ്റ് ഡോഗിനെ സംബന്ധിച്ച് ഫുഡ് കിട്ടുന്നില്ല. നേരെ ചൊവ്വേ ഫുഡ് കിട്ടാത്തതിൻ്റെ പ്രശ്നം വരുമ്പോഴാണ് ഇവർ അഗ്രസീവ് ആവുന്നത്. ഇവരെ സംബന്ധിച്ചൊരു 7 ദിവസമൊക്കെ ഇവർ ഫുഡ് കിട്ടാതെയൊക്കെ 21 ദിവസം വരെയൊക്കെ പോകുന്ന കേസുകളുണ്ട്. ഫുഡ് കിട്ടിയില്ലെങ്കിലും അതാവും. പക്ഷേ അത് കഴിയുമ്പോൾ ഇവർ ഫുഡ് കിട്ടിയില്ലെങ്കിൽ വയലൻ്റ് ആവും. ആ സമയത്താണ് ഈ ഓടിച്ചിട്ട് കുട്ടികളെ കടിക്കുക അല്ലെങ്കിൽ മറ്റുള്ള ആക്രമണങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ഈ തെരുവുനായ ഇപ്പോൾ എല്ലാവർക്കും എന്തോ ഒരു വെറുക്കപ്പെട്ടൊരു ജീവി പോലെ കാണുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇവരെ ആട്ടി ഓടിക്കുകയാണ്. റോട്ടിലേക്ക് ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല. മനുഷ്യൻ അതുപോലെ പെറ്റുവരികയും. പക്ഷേ ഇവർക്കും അവകാശപ്പെട്ടതാണ് ഈ ഭൂമി. അത് മനുഷ്യൻ ചിന്തിക്കുന്നില്ല. എന്തായാലും മിക്കിയും ലിലുവും ഇവരുടെ ഫ്രണ്ട്സൊക്കെ ഇവിടെ ശരിക്കും അടിച്ചു പൊളിക്കുക. ഇവരെല്ലാവരും ശരിക്കും ഇവരുടേതായിട്ടുള്ള ഒരു ലോകത്താണ്, മറ്റൊരു ലോകം. എന്തായാലും എല്ലാവർക്കും ഇവിടെ വന്ന് കാണാനുള്ള സൗകര്യമുണ്ട്. എല്ലാവരും ഇവിടെ വന്ന് തീർച്ചയായിട്ടും കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. കാരണം നമ്മളെക്കാളുപരി ഇവരുടെ ഒരു ബോണ്ട്, ഇവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് തന്നെ ഈ കൊച്ചി രാജേന്ദ്ര മൈതാനത്തിൽ കാണാൻ പറ്റും.